ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില വീഡിയോകൾ കാണാനിടയായി. ഹമാസ് ജയിച്ചു, ഗാസ വിജയിച്ചു, ഇസ്രായേൽ തോറ്റു തുന്നം പാടിയെന്നൊക്കെ. തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വസ്തുതയാണോ അത്? ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു പക്ഷവും ജയിക്കുന്നില്ല. കാരണം രണ്ട് പക്ഷത്തിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ആർക്കാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഗാസയിലേക്ക് കയറിയ ഉടനെ തന്നെ അവർ കാണുന്നത് തകർക്കപ്പെട്ട ഗാസയാണ്. ഗാസ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. തരിശു ഭൂമിയായിരിക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾ മാത്രം എടുപ്പുകൾ എടുത്തു നിന്നിരുന്ന സകലമാന കെട്ടിടങ്ങളും ആശുപത്രികൾ അതിനകത്തുണ്ട്. സ്കൂളുകൾ, നമുക്കറിയാലോ ഒരു നാട്ടിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന്. എല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിട്ടും ഗാസ ജയിച്ചു, ഹമാസ് ജയിച്ചു എന്ന് പറയുന്നത് തലയ്ക്കകത്തോളമുള്ളവരല്ലേ പറയൂ. ചിന്തിക്കാൻ സാധിക്കുന്ന ആരെങ്കിലും അത്തരം വസ്തുതകൾ പറയാനെങ്കിലും തയ്യാറാകുമോ? വെസ്റ്റ് ബാങ്കില് ഇസ്രായേൽ പുതിയ യുദ്ധമുഖമാണ് തുറന്നത്. ഗാസ എവിടെ പോയി? ഹമാസ് എവിടെ പോയി? രണ്ട് ഭാഗത്തും സാധാരണ മനുഷ്യരാണുള്ളത്. പച്ചയായ മനുഷ്യർ, നമ്മളെ പോലെ വികാര വിചാരങ്ങളുള്ള, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുള്ള മനുഷ്യർ. ഇസ്രായേൽ സൈന്യം 10 പലസ്തീനികളെയാണ് ഇന്നലെ മാത്രം വധിച്ചത്. ആരാ ജയിച്ചത്? ഇതിനകത്തൊരു ജയം എന്ന് പറയാൻ പറ്റുമോ? വെസ്റ്റ് ബാങ്കിലെ ജൂത സെറ്റിൽമെന്റുകളില് ഭീകരാക്രമണം തടയുന്നതിന്റെ ഭാഗമായ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്ന് ഇസ്രായേൽ പോലീസ് വ്യക്തമാക്കുമ്പോൾ ഗാസ ജയിച്ചെന്നു. ഗാസയിൽ മൃതദേഹങ്ങൾ കൂടിക്കിടന്ന് ചീഞ്ഞു നാറുക. മനുഷ്യന്മാരുടെ മൃതദേഹങ്ങൾ. എന്നിട്ട് അധിനിവേശ വെസ്റ്റ് ബാങ്ക് നഗരമായ റെജിനില് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 10 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പലസ്തീനികൾ തകർന്ന കെട്ടിടങ്ങൾക്കകത്ത് വിശദമായ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. 22 ജനുവരിയിൽ മാത്രം 120ഓളം ജീർണിച്ച മൃതദേഹങ്ങളാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്നും കണ്ടെടുത്തത്. എങ്ങനെയുണ്ട്? 120ഓളം ജീർണിച്ച മൃതദേഹങ്ങൾ കൂടിക്കിടക്കുന്ന നാടിനെ നോക്കിയിട്ട് പറയുക ചില കോമരങ്ങൾ, ഗാസ ജയിച്ചു, ഹമാസ് ജയിച്ചു. 23 ലക്ഷം ജനതയ്ക്കാണ് അവരുടെ നാടും വീടും കൂടും കുടുംബവും ഉറ്റവരും ഉടയവരും ജീവനും ജീവിതവും ഒക്കെ പെരുവഴിയിലായി കിടക്കുന്നത്. എന്നിട്ട് ഗാസയിൽ മുഴുവനും തെരച്ചിൽ നടത്തുകയാണ്. എങ്ങനെ? തകർന്ന കെട്ടിടങ്ങള്, ഭൂപ്രദേശങ്ങള് വലിയ രൂപത്തിൽ കുഴിക്കാനുള്ള യന്ത്ര സാമഗ്രികൾ വരെ കൊണ്ടുവന്നിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ജീവനോടെ കണ്ടെത്തുന്നതിനു വേണ്ടിയല്ല, മണ്ണിനടിയിൽ ജീർണിച്ച രൂപത്തിൽ ഒന്ന് തിരിച്ചറിയാനെങ്കിലും കഴിയുമോ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും? ആ മനുഷ്യന്മാരുടെ വേദന ഒന്ന് ചിന്തിച്ചു നോക്കാം. അവര് മനുഷ്യരാണ്. അവരുടെ പ്രിയപ്പെട്ട ആളുകളുടെ അഴുകിയ ജഡങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള കണ്ണീർ കയത്തിൽ മുങ്ങി താഴുകയാണ് അവര്. പലസ്തീനുകളുടെ നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇതുവരെ നടത്തിയ വെടിവെപ്പിലും വ്യോമാക്രമണത്തിലും ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഇപ്പോൾ കാണാതായവരുടെ ജീർണിച്ച മൃതദേഹങ്ങളാണ് കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുന്നത്. ഗാസയിൽ നിന്ന് കാണാതായ ആളുകൾ തന്നെ 20,000-ത്തിലധികം ആളുകളുണ്ട്. ഇവരൊക്കെ എവിടെ പോയി? 1 ലക്ഷത്തോളം ആളുകൾ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടന്ന് പൊരുതുന്നു. 1 ലക്ഷത്തോടടുക്കുന്നു മരണസംഖ്യ. എന്നിട്ടും ഹമാസ് ജയിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ മനക്കെട്ടിയുണ്ടല്ലോ, തൊലിക്കെട്ടിയുണ്ടല്ലോ, അപ്പൊ ആർക്കും ജയിക്കാൻ പറ്റില്ല. അതിനെ 20,000-ത്തിലധികം ആളുകളെ കാണാതായതായിട്ട് കണക്കാക്കുമ്പോൾ 120ഓളം ആളുകളുടെ ജഡമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇവരൊക്കെ തന്നെ യുദ്ധത്തിൽ അപ്രത്യക്ഷരായ ആളുകളാണ്. ഒരുപക്ഷെ ഇവരൊക്കെ യുദ്ധത്തിൽ മരണപ്പെട്ടോ? അതോ ഇവരെ കാണാനില്ല, ഇവരെ ബന്ധികളാക്കപ്പെട്ടോ, നാട് കടത്തപ്പെട്ടോ? ഇനി അതുമല്ല,
തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയില് ഇവരാണ്ട് പോയിട്ടുണ്ടോ? കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ജനതയെ നോക്കി പറയുന്നു, യുദ്ധം ജയിച്ചത് പോയി ചൊറിഞ്ഞു വാങ്ങിയതല്ലേ. ഇനിയും ഗാസയിലെ തകർന്നു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റണം. അപ്പോഴാണ് മനുഷ്യരുടെ മൃതദേഹങ്ങൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രോസും സംയുക്തമായി പരസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിൽ സഹായങ്ങളും ഏർപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ കൊലപ്പെടുത്തിയത് 4732 പേരെയാണ്. എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് 70,000-ന് മുകളിൽ വരും യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകളുടെ സംഖ്യ. അതിൽ ഒരു 5, 3, 10, 1% ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഉണ്ടോ? എന്നിട്ടും ഇസ്രായേലിനെ നോക്കി പറയാണ്, ഇസ്രായേൽ തോറ്റേ. കൊള്ളാം. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാക്കിയത് ഒരുപക്ഷെ ഹൂതികളും ഹിസ്ബുള്ളയും ചേർന്ന് തന്നെയായിരിക്കും. യമനിലെ ഹൂതികൾ ഇസ്രായേലരോട് ഒരു കാര്യവുമില്ലാതെ പോയി ചൊറിഞ്ഞു. ഹമാസ് ആദ്യം ചൊറിഞ്ഞു വാങ്ങിയത് കണ്ടിട്ട് പോലും പഠിക്കാതെ. ഇപ്പോഴിതാ ഹൂതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെങ്കടലിൽ US എയർക്രാഫ്റ്ററുകൾക്കുമേലെ ഹൂതികൾ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു. എയർക്രാഫ്റ്റുകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ആരുടേതാണ്, എവിടെന്നാണ് ഒന്നും അറിയണ്ട. ഒരു തരം വെകിളി പിടിച്ച സ്വഭാവമാണ് ഇവർക്ക്. ഇതിന്റെയും പിന്നാലെയാണ് പ്രഖ്യാപനം. അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലേറിയ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണിത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാണ് യമൻ, സൗദി, UAE എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾക്ക് കാരണം ഹൂതികളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ്. ട്രംപ് അധികാര കസേരയിൽ ഇരിക്കുന്നതോറും ഒരു ഭീകരർക്കും, ഒരു ഭീകര സംഘടനയ്ക്കും, ഒരു തീവ്രവാദിക്കും ആ നാട്ടിൽ നിലയുറപ്പിക്കാൻ കഴിയില്ല. ഹൂതി വിമത സൈന്യത്തെ വിദേശ ഭീകര സംഘടനയായിട്ടാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ചെങ്കടലിൽ അടക്കം സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. 2020 ഇത്തരത്തിൽ ഹൂതി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുമാനം ബൈഡൻ വന്നതോടുകൂടി എടുത്തു കളഞ്ഞിരുന്നു. യമനിലെ നിരവധി പ്രദേശങ്ങളുടെ നിയന്ത്രണം ഹൂതി വിമതരുടെ കൈവശമാണ്. ഇവരുമായി സ്ഥിരം ആശയവിനിമയം നടത്തേണ്ടി വരുന്നതുകൊണ്ട് ഹൂതികളെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബൈഡൻ ഇവരെ ഭീകര പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ചെങ്കടലിലൂടെ എത്തുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് നിർത്താം എന്ന് ഹൂതി വിമതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലി കപ്പലുകളെ തങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്ന് അവർ വ്യക്തമാക്കി. വെടിനിർത്തലിന്റെ 3ാം ഘട്ടം പ്രാബല്യത്തിൽ വരുന്നതുവരെ ഇസ്രായേലി കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ അറിയിച്ചു. അപ്പോൾ അവരെ ഭീകരരെന്നല്ലാതെ പിന്നെ എന്താണ് ട്രംപ് വിശേഷിപ്പിക്കേണ്ടത്? 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എങ്ങനെയെങ്കിലും സമവായത്തിൽ എത്തിച്ചേരുമ്പോൾ, മധ്യസ്ഥ ചർച്ചകൾക്ക് ഏതാണ്ടൊന്ന് റിസൾട്ട് ആകുമ്പോൾ വീണ്ടും അവരെ പ്രകോപിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരെ പിന്നെ എന്ത് വിളിക്കണം? അമേരിക്ക, ബ്രിട്ടൻ എന്നിവിടങ്ങളിലെ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്കും അവരുടെ പതാകകൾക്ക് കീഴിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും എതിരായ സമുദ്ര ഉപരോധം നിർത്തുമെന്നും സെന്റർ ഷിപ്പിംഗ് കമ്പനികൾക്ക് അയച്ച ഇമെയിലിൽ ഹൂതികൾ വ്യക്തമാക്കുന്നു. ഗാസ വെടിനിർത്തൽ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെങ്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വിശാലമായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കും. അമേരിക്കയോ ബ്രിട്ടനോ ഇസ്രായേലോ യമനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ഉപരോധം പുനഃസ്ഥാപിക്കുമെന്നും മിലിഷ്യ അറിയിക്കുന്നു. ഇത്തരം നടപടികൾ മുൻകൂട്ടി ഷിപ്പിംഗ് കമ്പനികളെയാണ് അറിയിക്കുന്നത്. ഹൂതികൾക്ക് പണി കിട്ടിയതിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്കും അടുത്ത പണി. അമേരിക്കയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഷെയ്ഖ് മുഹമ്മദ് അലി ഹമ്മാദി കിഴക്കൻ ലെബനനിലെ സ്വവസതിക്ക് മുന്നിൽ വെടിയേറ്റ് മരിച്ചു എന്ന് റിപ്പോർട്ട്. ട്രംപ് അധികാരത്തിൽ കയറി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അമേരിക്കയ്ക്ക് വിഘാതമായി നിൽക്കുന്ന തലകൾക്കാണ് ഓട്ടം വീഴുന്നത്. ലെബനീസ് പത്രമായ അൽ അഖ്ബാറാണ് ആദ്യമായിട്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പടിഞ്ഞാറൻ അൽഖബ മേഖലയിലെ കമാൻഡറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഹമ്മാദിയെ 2 വാഹനങ്ങളിലെത്തി അക്രമികൾ വെടിവെക്കുകയായിരുന്നത്രേ. ഇതാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹമ്മാദിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഹമ്മാദിയുടെ കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമല്ല.
കുടുംബവഴക്കിന്റെ ഭാഗമായിരിക്കാം എന്നിവർ തൽക്കാലം ആശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴും ഇതിന്റെ പിന്നിൽ ട്രംപിന്റെ കരങ്ങളുണ്ട് എന്ന് അറിയുന്നവർക്കറിയാം എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗിക പ്രസ്താവനകളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ഗ്രൂപ്പോ വ്യക്തിയോ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രം. പതിറ്റാണ്ടുകളായി അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഹമ്മാദി. 1985 നിരവധി അമേരിക്കക്കാരടക്കം 153 യാത്രക്കാരുമായി പോകുകയായിരുന്ന പശ്ചിമ ജർമ്മൻ വിമാനമായ ലുഫ്താൻസ ഫ്ലൈറ്റ് 847 ഇത് റാഞ്ചിയ സംഭവത്തിൽ ഹമ്മാദിക്ക് പങ്കുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതോടുകൂടിയാണ് അമേരിക്കയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഇടം പിടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക ആർക്കൊക്കെയാണോ റിമാർക്ക് ഇട്ടിരിക്കുന്നത് അതിലെ ഓരോരോ തലകൾ വീതം വീണുകൊണ്ടിരിക്കുന്നു. നന്ദി.